ഒരാൾ നമ്മളൊപ്പം പഠിക്കുന്നൊരു കുട്ടി ഒന്ന് ചോദിക്കുകയാണ്, അല്ല ഈ ഇപ്പം ഇങ്ങനെ മതവിശ്വാസിയൊക്കെ ജീവിക്കുകയാണല്ലോ, എന്താ എൻ്റെ മതം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറഞ്ഞു കൊടുക്കുക? നിസ്കരിക്കണം, നോമ്പ് വെക്കണം, സക്കാത്ത് കൊടുക്കണം, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അതേ രീതിയിൽ എന്ത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്? പടച്ചോൻ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഉണ്ടെന്ന് പറയുന്ന ആളുകൾ എത്ര ഉണ്ടോ കുറച്ച് വിഭാഗം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളും എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ ചെയ്താലോ? മനസ്സിലായില്ല. പടച്ചോനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്, ശരിയാണ്, നമുക്ക് ബോധ്യമായി. എങ്കിൽ അടുത്ത എൻ്റെ സ്റ്റേജ് എന്താണ്? നെക്സ്റ്റ് സ്റ്റേജ് എന്താ? പടച്ചോനുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് പണികൾ നമ്മൾ ചെയ്യണ്ടേ? ഇല്ലെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പണിയും നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒരാൾ നമ്മോട് ചോദിക്കുക, നിങ്ങളൊപ്പം പഠിക്കുന്ന കുട്ടി ചോദിക്കുക, നീ ഒരു മതവിശ്വാസിയാണല്ലോ, ഈ മഫ്തയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു മതവിശ്വാസി ആയതുകൊണ്ടാണല്ലോ, എന്താ നിൻ്റെ മതം എന്ന് ചോദിച്ചാൽ എന്തുത്തരം നമുക്ക് പറയാനുള്ളത്? അള്ളയുണ്ട്, റസൂലുണ്ട്, മുഹമ്മദ് നബി ഉണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഇതിലപ്പുറം എന്താ പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ആലോചിക്കേണ്ടതല്ലേ? ശരിക്ക് നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ് നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ. പക്ഷേ സിമ്പിളായതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? ഇത് സിമ്പിളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതെന്തോ ഒരു സംഭവമാണ് എന്ന് ഭീതിയോട് കൂടിയിട്ട് നോക്കിക്കാണുന്നുണ്ട്. ശരിയോ തെറ്റോ? ശരിയല്ലേ? അപ്പം അതിൽ നമുക്ക് ഒന്നാമത്തെ ബോധ്യം ഉണ്ടാകണ്ടേ, നമ്മുടെ മതം സിമ്പിളാണോ അല്ലേ എന്നുള്ളത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് സിമ്പിളാകുക? ശരിക്ക് എപ്പോഴാണ് നമ്മുടെ മതം സിമ്പിളാകുക? ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന, നമുക്ക് സമാധാനം ലഭിക്കുന്ന, നമ്മുടെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരെന്താണ്? സമാധാനം എന്നല്ലേ? മതത്തിൻ്റെ പേരെന്താണ്? ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. നമുക്ക് സമാധാനം ലഭിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ മതം എന്താവും? സിമ്പിളായിരിക്കും. സമാധാനം ലഭിക്കാതെ ആകെ അസ്വസ്ഥമായി നമ്മൾ ടെൻഷൻ അടിച്ച് കുറേ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ഉണ്ടാവോ? അപ്പം സിമ്പിളായി ഏറ്റവും സ്വസ്ഥമായി നമുക്ക് ലഭിക്കുന്ന സമാധാനമായി ഒരു പ്രയാസവും ഇല്ലാതെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ നമുക്ക് നമ്മുടെ മതത്തെ ആചരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അതാണ് ഏറ്റവും നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന സാധനം എന്നുള്ളതാണ്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദീൻ, മതം എന്ന് പറഞ്ഞാൽ യുസ്റുൻ. യുസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? യുസ്ർ, ഇന്ന മഅൽ യുസ്രി യുസ്റ, പഠിച്ചിട്ടില്ലേ? മതം എന്ന് പറഞ്ഞാൽ യുസ്റാണെന്ന് പറഞ്ഞു. യുസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എളുപ്പമാണ്, പ്രയാസമില്ല, കഷ്ടപ്പാടില്ല, പ്രതിസന്ധികളില്ല, അത്രയും എളുപ്പമാണ് നമ്മുടെ മതമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മുടെ മതം എളുപ്പമാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാകണം. ആ മതം എളുപ്പമെന്ന് പറയുമ്പോൾ അതിലെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? പറയുമ്പോൾ മതം എളുപ്പമെന്ന് പറയാം, ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ മനസ്സിലാക്കിയ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് ഇത് ഇവിടെ ഇരുന്ന് ബോധ്യമുള്ള നമുക്കാർക്കും ബോധ്യമില്ലെങ്കിലും, നമുക്കാർക്കും അങ്ങനത്തെ ഒരു ചിന്ത ഇല്ലെങ്കിലും പുറത്ത് നിൽക്കുന്ന ആളുകൾ പറയാം, അല്ലല്ലല്ല മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആസ്വദിക്കുന്ന, ഈ മതത്തെ കൃത്യമായി ആസ്വദിക്കുന്ന, ഓരോ നിമിഷവും സ്വസ്ഥമായി നമുക്ക് സമാധാനം ലഭിക്കുന്ന, നമ്മളെക്കാൾ ആദിയും പേടിയും ഭീതിയൊക്കെ വേറെ പുറത്ത് നിൽക്കുന്ന ആളുകൾക്കാണ്. ശരിയാണോ? അപ്പം അങ്ങനെയാണെങ്കിൽ മതം എളുപ്പമാണ് എങ്കിൽ ഒന്നാമതായി എളുപ്പമാകേണ്ടത് എന്താ അറിയോ? മതത്തിലെ വിശ്വാസമാണ്. ഒന്നാമതായി എളുപ്പമാകേണ്ടത് വിശ്വാസമല്ലേ? വിശ്വാസം എന്ന് പറഞ്ഞ സാധനം എന്താ? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് അല്ലാതെ ആരാധനക്കർഹനായിട്ട് വേറെ ആരുമില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നൊരു മനുഷ്യൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഓൻ്റെ പേര് മാറ്റേണ്ടതുണ്ടോ? പറയ്.
പേര് മാറ്റേണ്ടതുണ്ടോ? ഇല്ല. എളുപ്പമല്ലേ? ഒരു ആധാർ കാർഡ് എടുക്കാൻ എത്ര സമയം വേണം നമുക്ക്? കുറേ സമയം വേണ്ടേ? ഒരാൾക്ക് വിശ്വാസിയാകാൻ അത്ര സമയം വേണോ? ഓൻ്റെ കണ്ണിനെ കുറിച്ച് പഠിക്കുന്നു. നിങ്ങൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന കണ്ണില്ലേ, ഈ കണ്ണിനെ കുറിച്ച് വെറുതെ ഒന്ന് പഠിച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരാളുണ്ടെന്ന് മനസ്സിലാവും. വളരെ സിമ്പിൾ. അവൻ്റെ ജീവിതത്തിലെ ഓരോ നിയമങ്ങളും വ്യവസ്ഥകളും പഠിപ്പിച്ചു കൊടുത്തൊരു മനുഷ്യൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എളുപ്പമായി. ഇപ്പം SIR സമയമാണ്, ആ ഫോം പൂരിപ്പിക്കുന്ന പണിയില്ല. ഉമ്മീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുകൾ എൻ്റർ ചെയ്യണ പണിയില്ല. ഒരു പ്രശ്നവുമില്ല. ഈവൻ നമ്മളൊരു ഗൂഗിൾ ഫോം പൂരിപ്പിക്കുന്ന പണി പോലും ഇല്ല. നമുക്ക് ബോധ്യമായോ എൻ്റെ റബ്ബ് ഇതാണെന്ന് ബോധ്യമായിട്ടുണ്ട് എങ്കിൽ ആ റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു MLA-യോ മന്ത്രിയെയോ പോട്ടെ, ഒരു വാർഡ് മെമ്പറെ വരെ ഇലക്ഷൻ സമയത്തല്ലാത്തപ്പോൾ കാണണമെങ്കിൽ എത്ര സമയം എടുക്കണം നമ്മൾ? എന്നാൽ നമുക്ക് കാട്ടിലാകട്ടെ നാട്ടിലാകട്ടെ കടലിലാകട്ടെ ആകാശത്തിലെത്തട്ടെ, എവിടെ എത്തിയാലും നമുക്കെല്ലാവർക്കും എപ്പോഴും തുറന്ന് സംസാരിക്കാൻ പറ്റിയ നമ്മുടെ സ്രഷ്ടാവില്ലേ? ഇല്ലേ? അതൊരു ബിംബമാണെങ്കിലോ ആ ബിംബം എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോകണ്ടേ? അതിൻ്റെ മുമ്പിൽ പറയണ്ടേ ദുഃഖങ്ങൾ? എന്നാൽ നമുക്ക് ഉറങ്ങുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത്, എഴുന്നേൽക്കുന്ന സമയത്ത്, അല്പം വിശ്രമിക്കുന്ന സമയത്ത്, യാത്രയിൽ എപ്പോഴും നമുക്ക് മുറിയാതെ സംസാരിക്കാം, പറയാം, ഉള്ളു തുറക്കാം നമ്മുടെ റബ്ബിനോട്. എത്ര സുന്ദരമാ! എന്നാലോ കാണിക്കകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പണമുള്ളവർക്ക് മാത്രം പ്രസാദിക്കുന്ന ചില ദൈവങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയും. പണമുള്ളവർക്ക് മാത്രം. ആ പണമുള്ള മനുഷ്യനുണ്ടോ, ഓന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും, പ്രയാസമൊന്നും ഉണ്ടാവില്ല. അവൻ എത്രമാത്രം പൈസ കൊടുക്കുന്നോ അതിനനുസരിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ. ഇനി ഈ ദൈവത്തിൻ്റെ അവതാരങ്ങളാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കുറേ ആളുകൾ നമുക്കിടയിലും മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലും ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ ഇന്ന ആളാണ്, എന്നിലൂടെ പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും എന്ന് പറഞ്ഞ് ഇതിനൊരു വ്യവസായവൽക്കരിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ നമുക്കിടയിലുണ്ട്. ഇയാളെ കാണണമെങ്കിൽ അങ്ങോട്ട് പോകണം, ക്യൂ നിൽക്കണം, എന്നിട്ടോ ചിലപ്പോൾ OP ടിക്കറ്റ് എടുക്കുന്നത് പോലെ ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് കാണണം. ഇന്ന് കേരളത്തിൽ ഈ രീതിയിൽ കുറേ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവരുടെ ഉപജീവന മാർഗമാണിത്. പക്ഷെ നമുക്ക് നമ്മുടെ റബ്ബിനെ തിരിച്ചറിഞ്ഞാലോ, അല്ലാതെ ആരാധനക്കർഹനായിട്ട് വേറെ ആരുമില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു മോട്ടോയായി ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് എവിടെയാണെങ്കിലും എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന, നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന, നമ്മുടെ ഇമോഷണൽ ലെവലുകൾ മാറുന്നതിനനുസരിച്ച് കൊണ്ട് നമുക്ക് അടുക്കാൻ പറ്റുന്ന, അതോടൊപ്പം സന്തോഷങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന നമ്മുടെ റബ്ബ്. നിങ്ങൾ ആലോചിച്ചു, എളുപ്പമല്ലേ? അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ വിശ്വാസം എളുപ്പമല്ലേ? വിശ്വാസം എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രശ്നം അനുഷ്ഠാനം എങ്ങനെ? വിശ്വാസം ഇപ്പോൾ എളുപ്പമെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് പറയാം, നിങ്ങൾ അള്ളാഹു എളുപ്പമാണ്, അള്ളാഹിനെ എവിടുന്നും വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളൊന്ന് പറഞ്ഞു തരി. എങ്ങനെ നബി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ നബിയല്ലേ നമ്മളോട് പറഞ്ഞത്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ നമ്മളോട് പറഞ്ഞത് അദ്ദീനു യുസ്ർ, മതം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ച പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായത്തിൽ 157-ാമത്തെ വചനമുണ്ട്. നിങ്ങൾ വെറുതെ വീട്ടിൽ പോയിട്ടൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. അതിൽ എന്തിനാണ് അള്ളാഹു പ്രവാചകൻ അയച്ചത് അറിയോ? പ്രവാചകൻ അയച്ചത് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെ പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ആ നാട്ടിലെ ആചാരങ്ങളായിട്ടുണ്ടായിരുന്ന അതിനെ മുഴുവൻ ഇറക്കി വെക്കാനാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കാലത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പഠിച്ചിട്ടില്ലേ? ഒരു സ്ത്രീ ജന്മം എന്ന് പറയുന്നത് അത്ര മോശമായി കണ്ട കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുക, ഒരു പെൺകുട്ടിയെ മാന്യമായി വളർത്തിയിട്ടുണ്ട് എങ്കിൽ സ്വർഗമുണ്ട്, ജീവിതത്തിൻ്റെ എവർലാസ്റ്റിംഗ് കരിയറിലേക്കുള്ള സ്വർഗമുണ്ട്. ഒരു പെൺകുട്ടിയെ മാന്യമായി വളർത്തിയാൽ, ആ പെൺകുട്ടിക്ക് നൽകേണ്ടത് നൽകിയാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സമൂഹം ആചരിച്ചിരുന്ന എല്ലാവിധ പ്രതിബന്ധങ്ങളെയും ഇറക്കി വെച്ചിട്ട് ഇത് എളുപ്പമാട്ടോ, സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും സമീപിക്കാൻ പറ്റുന്നതാണ് റബ്ബെന്ന് പറയുന്നത്. ആ റബ്ബിനടുത്തേക്ക് നിങ്ങൾക്ക് പോകാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറൻ. അല്ല എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് എന്തിനറിയോ? ആസ് എ ടീച്ചർ എന്ന രീതിയിലാണ്. എൻ്റെ കുറേ പഠിപ്പിച്ചു കൊടുക്കുക എന്നാണോ? അല്ല, മുഅല്ലിമൻ മുയസ്സിറൻ.
ആളുകൾക്ക് എളുപ്പം സൃഷ്ടിക്കുന്ന അധ്യാപകനായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത് എന്ന്. ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല, ആളുകൾക്ക് എളുപ്പം സൃഷ്ടിക്കുന്ന ഒരാളായിട്ടാണ് എന്നെ നിയോഗിച്ചത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശ്വാസം എളുപ്പമാണ് അല്ലേ? ഒരു പ്രയാസവും ഇല്ല. എങ്ങനെ വിശ്വസിക്കണം നമ്മൾ പഠിച്ചു, നമുക്ക് അറിയുന്നതാണ്. അതോടൊപ്പം അള്ളാഹു എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും എപ്പോഴും നമുക്ക് സമീപിക്കാം. ഊണിലും ഉറക്കിലും എപ്പോഴും നമുക്ക് സമീപിക്കാം. ഈ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒന്ന്, എൻ്റെ റബ്ബേ, എൻ്റെ പ്രശ്നം, എൻ്റെ ഉമ്മൻ്റെ അവസ്ഥ, ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ ഉണ്ട്, പടച്ചോനെ, എൻ്റെ ഉപ്പ ഗൾഫിലൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ ഉപ്പ എന്ന ഒരു തേട്ടം നമുക്ക് എവിടെയാണെങ്കിലും, ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലും റബ്ബുമായുള്ള കണക്ടിവിറ്റി നമുക്ക് നഷ്ടപ്പെടില്ല. ഇത് എളുപ്പത്തിൽ പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ, അള്ളാൻ്റെ ദൂതൻ, അതും എളുപ്പമാണ്. പ്രവാചകൻ ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാവിധ അനാചാരങ്ങളും അതിനെ മുഴുവൻ മാറ്റി ഏതെങ്കിലും കാണിക്കകൾക്കനുസരിച്ച് പ്രസാദിക്കുന്ന ദൈവത്തെയല്ല അവതരിപ്പിച്ചത്, അതല്ലെങ്കിൽ വലിയ വലിയ വിഭാഗങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെയല്ല പറഞ്ഞു കൊടുത്തത്. സിമ്പിളായിട്ട് ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റും, സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും. ആ രീതിയിൽ അവിടെ ഉണ്ടാകുന്ന ഓരോരുത്തരുടെയും എല്ലാ മേഖലകളെയും ഇസ്ലാം എളുപ്പമാക്കി തന്നു. അതിന് കുറച്ച് അനുഷ്ഠാന കാര്യങ്ങൾ കൂടി നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മളിങ്ങനെ പറയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ഇപ്പോൾ കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ, അതിന് കുറച്ച് ശക്തി കൂടുകയോ കുറയോ? കൽപ്പനക്ക് ശക്തി കൂടുകയോ കുറയോ? കൂടൂലേ? ഉറപ്പല്ലേ? പ്രവാചകൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചു. യമനിലേക്ക് അയച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്കെന്താ അറിയോ? യസ്സിറ വലാ തുഅസ്സിറ. 2 സഹാബികളെ അയച്ചു. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ അവിടെ പോയിട്ട് ആദ്യം തന്നെ നികുതി പിരിക്കണം, അല്ലെങ്കിൽ യമനിൽ പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പഠിപ്പിച്ചത്. യസ്സിറ, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? പറഞ്ഞോക്ക്, എളുപ്പം സൃഷ്ടിക്കണം. വലാ തുഅസ്സിറ, നിങ്ങൾ അവിടെ ഞെരുക്കം സൃഷ്ടിക്കാൻ പാടില്ല. ബശ്ശിറ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. വലാ തുനഫിറ, നിങ്ങൾ അവരെ വെറുപ്പിക്കാൻ പാടില്ല. എത്ര സിമ്പിളാ! അള്ളാന്റെ മതം പഠിപ്പിക്കാനായിട്ട് യമനിലേക്ക് അയക്കുകയാണ് അല്ലേ? അള്ളാന്റെ മതം പഠിപ്പിക്കാനായിട്ട് യമനിലേക്ക് പ്രവാചകന്റെ ദൂതനായിട്ട് അയക്കുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയാണ്. അവരെ രണ്ടാളെയും വിളിച്ച് അള്ളാന്റെ റസൂലിന്റെ കൽപ്പന എന്താണെന്നറിയോ? മുആദേ എന്ന് പറഞ്ഞ് കൽപ്പനാ രൂപത്തിൽ പറയാ റളിയല്ലാഹു അൻഹു. എന്താ പറയുന്നത്? നിങ്ങൾ അവിടെ രണ്ടുപേരും ചെന്ന് യസ്സിറ, അവിടെയുള്ള മനുഷ്യന്മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രയാസം സൃഷ്ടിക്കരുത്. എളുപ്പമാണ് സൃഷ്ടിക്കേണ്ടത്. കാരണം അദ്ദീനു യുസ്ർ, മതം എളുപ്പമാണ്. വല തുഅസ്സിറ, നിങ്ങൾ പ്രയാസം സൃഷ്ടിക്കാൻ പാടില്ല. ഇനിയോ ബശ്ശിറ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. വല തുനഫിറ, അവരെ വെറുപ്പിക്കാൻ പാടില്ല. അപ്പം മതം എന്നുള്ളത് വെറുപ്പിച്ച് സംസാരിക്കേണ്ട ഒന്നാണോ? ആണോ? ഞാൻ എന്താ ഇങ്ങനെ ചോദിച്ചു അറിയാം നിങ്ങൾക്ക്? നമ്മൾ വിശ്വസിക്കുന്ന ഇതേ വിശ്വാസം വിശ്വസിക്കാത്ത കുറേ ആളുകൾ വിശ്വാസികളായിട്ടുണ്ടല്ലോ. അവരോട് സംവദിക്കുന്ന സമയത്ത് വരെ, സംവാദത്തിൻ്റെ സമയങ്ങളിൽ വരെ മാന്യത കൈവരിക്കേണ്ടതുണ്ടോ? ഉണ്ടല്ലോ, ഇല്ലേ? അവരെ ബഹുമാനിക്കേണ്ടതില്ലേ? ഉണ്ട്. നമുക്ക് നമ്മുടെ വിശ്വാസം എത്രമാത്രം പവിത്രമാണോ അതേ രീതിയിൽ അവർക്ക് അവരുടെ വിശ്വാസം പവിത്രമാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പം അത് വെറുപ്പിച്ചുകൊണ്ടാകരുത്, അസ്വസ്ഥമാക്കിക്കൊണ്ടാകരുത്, പ്രയാസം ഉണ്ടാക്കിയിട്ടാകരുത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മതം എന്ന് പറഞ്ഞാൽ എന്താ മതം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താ? പറഞ്ഞാണി, എന്താ മതം എന്ന് പറഞ്ഞാൽ? എളുപ്പമാണ്. ഈ മതം എളുപ്പമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വിശ്വാസമോ എളുപ്പാ? എന്താ വിശ്വാസം? ഒരു മനുഷ്യന് പറഞ്ഞാൽ മതി, അവൻ ഉൾക്കൊണ്ടുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എത്ര പെട്ടെന്ന്, ഒരു പ്രയാസവും ഇല്ല. അവൻ്റെ ബോധ്യതലം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസിയായി. പിന്നെ പേര് മാറ്റാനും വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് പഠിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെ എന്തിനാ അള്ളാഹു നിയോഗിച്ചു എന്നാ പറഞ്ഞത്? ആളുകൾക്ക് എളുപ്പം സൃഷ്ടിക്കാനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? 7-ാം അധ്യായത്തിൽ 157-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചത് എന്താണ്? ഭാരം വഹിക്കുന്ന മനുഷ്യന്മാരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനാണ് എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ഇതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതം പഠിപ്പിക്കാനായിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും യമനിലേക്ക് പറഞ്ഞേക്കുക. അവരോട് പ്രവാചകൻ എന്താ പറഞ്ഞത്? നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്?
അവരെ ഭരിക്കാൻ നോക്കരുത്, വെറുപ്പിക്കാൻ നിൽക്കരുത്, അവരെ പ്രയാസപ്പെടുത്താൻ നിൽക്കരുത്. നിങ്ങൾ എളുപ്പം സൃഷ്ടിച്ചു കൊടുക്കണം, സുന്ദരാക്കി കൊടുക്കണം. എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസത്തെ മുഴുവൻ നിങ്ങൾ ഇറക്കി വെക്കാൻ സാധിക്കണം. കഴിഞ്ഞില്ല. ഇങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിൽ വരുന്നൊരു പ്രശ്നമാണ് ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചത്, ഒരു അനുഷ്ഠാനം. ഇതെങ്ങനെ ഇപ്പോൾ എളുപ്പമാകുക? ദിവസവും ഇപ്പോൾ ഒന്നാമത്തെ എടുക്കുക, നമുക്ക് നിസ്കാരം നമസ്കരിക്കുക എന്ന് പറയാം. ഇതിപ്പോൾ എങ്ങനെ എളുപ്പമാകുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശരിക്കൊന്ന് പഠിപ്പിച്ച് നോക്ക്. ഒരു സമാധാനം കിട്ടുന്ന ഒന്നാണല്ലോ നിസ്കാരം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ രാത്രിയിൽ കിടക്കുകയാണ്. കിടക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? കിടക്കുമ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂതു, അല്ലേ? അതുവരെ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓർത്ത്, എന്നിട്ട് സ്വസ്ഥമായിട്ട് ഒരു മരണചിന്തയിൽ ഇനി ഞാൻ ജീവിക്കുമെന്ന് എനിക്കറിയില്ല, എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണമെന്ന സംതൃപ്തമായ ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കിടക്കുന്നു. അവിടുന്ന് എഴുന്നേക്കുന്ന രാവിലെ എഴുന്നേറ്റു, നല്ല കാലാവസ്ഥ ക്ഷീണം ഉണ്ടാവുമോ? ഇപ്പം എൻ്റെ മുമ്പിൽ നിങ്ങൾ ഈ 9:30 നമ്മൾ തുടങ്ങിയ ഈ സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥ ആവും ഒരു 12 മണിക്ക്? ഇല്ല, കുറച്ചൊരു ഫ്രഷ് മൈൻഡാവും രാവിലെ. ആ സമയത്ത് നമ്മൾ മാറിയിരുന്നിട്ട് നമ്മൾ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ നമ്മുടെ സുഹൃത്തുക്കളായിട്ട്? ഉണ്ടാവില്ലേ? നീ ഇറങ്ങിയോ, പോന്നോ, വന്നോ, എവിടെ എത്തി, ചാറ്റ് ചെയ്യൂലേ? എല്ലാവരോടും ചാറ്റ് ചെയ്തിട്ടുണ്ടാവോ? നമ്മളൊരു സാരോടാ ചാറ്റ് ചെയ്യുക? നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളവരോട്. അതെ, ഇഷ്ടമുള്ളവരോട്. അപ്പം നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആരാണ്? നമുക്ക് എപ്പോഴും വിളിക്കാൻ പറ്റുന്ന ആളാരാ? നെറ്റ് തീർന്ന സുഹൃത്തിനോട് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? പൈസ കഴിഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും വേണ്ടല്ലോ. പടച്ചവനോട് എപ്പോഴും നമുക്ക് വിളിക്കാം. എന്തെങ്കിലും വേണോ? റീചാർജ് ചെയ്യണോ? ഈമാൻ ഇങ്ങനെ റീചാർജ് ചെയ്താൽ മതി, സ്വന്തം റീചാർജ് ചെയ്താൽ മതി. ഒരു പണിയില്ല, റബ്ബിനോട് വിളിക്കുക. അപ്പോൾ നമുക്ക് എല്ലാം ഒരുക്കി തരുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ വഴി അതിനെ അരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചവൻ ഉണ്ടാക്കിയൊരു സംവിധാനം എന്ന് പറയുന്നത്, നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ആലോചിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ദഹിപ്പിക്കേണ്ട എന്തൊക്കെ സാധനങ്ങൾ വേണോ അത് മുഴുവൻ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു ബ്ലാഡർ ഉണ്ടല്ലോ നമുക്ക്, നമ്മുടെ ഒരു മൂത്രസഞ്ചി എന്നല്ലേ പറയുക. ആ മൂത്രസഞ്ചിയുടെ സംവിധാനം നോക്ക്, അതിലേക്ക് ഇപ്പോഴും ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ആ ഉറ്റി വീഴുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു 300-350 ml ആകുമ്പോൾ പറയും, എഴുന്നേക്കടാ, പോ മൂത്രം ഒഴിക്ക്. വല്ലാത്തൊരു സെൻസറല്ലേ. ആ സെൻസർ നഷ്ടമായിട്ടുണ്ടോ? ഇല്ലല്ലോ. നഷ്ടമായിട്ടില്ലല്ലോ. ഇല്ല. പടച്ചവൻ നമുക്ക് നൽകിയത്. അങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് ഇത്ര ബന്ധമുള്ള നമ്മുടെ പടച്ചവൻ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ര ബന്ധമുള്ള പടച്ചവൻ. ആ പടച്ചവനോട് മാറി ഇരുന്നിട്ടേ നമ്മൾ സംസാരിക്കുക, ചാറ്റ് ചെയ്യാണ്, നമ്മുടെ ദുഃഖം പറയുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണ്, നമുക്ക് ലഭ്യമായതിലുള്ള സംതൃപ്തികൾ പടച്ചവനോട് രേഖപ്പെടുത്തുക. അതെപ്പോഴും ഒരേ രീതിയിൽ വേണം നിസ്കാരം. ഞാൻ നിസ്കാരം നോക്ക്, പിന്നെ ഒരു 7-6-6.5 മണിക്കൂർ കഴിയുമ്പോൾ ചൂടായി, അപ്പോൾ വീണ്ടും ഇരിക്കുക. ലുഹറിന് ഇരിക്കുന്ന സമയത്ത് 2 രീതിയാണുള്ളത്. ഈ സുബഹി മുതൽ ലുഹർ വരെ നമ്മുടെ ഒരു ഇവാലുവേഷനാണ്. ഞാൻ ഇന്നോളോട് ഇങ്ങനെ നിന്നത് ശരിയായില്ല, ആ ടീച്ചർ ക്ലാസ്സിൽ വന്ന സമയത്ത് എൻ്റെ പ്രതികരണം അത് ശരിയായില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉമ്മയോട് അങ്ങനെ അല്ലായിരുന്നു ഞാൻ പെരുമാറേണ്ടത്, ഞാൻ ഉപ്പയോട് അങ്ങനെ അല്ലായിരുന്നു പെരുമാറേണ്ടത് എന്നുള്ള നമ്മുടെ ഒരു ഇവാലുവേഷനാണ്. അതപ്പട് പരിഹരിക്കണം. എന്നിട്ടോ അടുത്തിറക്കോ ആ അസറിലേക്കുള്ള പ്രിപ്പറേഷനും കൂടിയാണ്. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ എന്ത് ചെയ്യാണ്, ശരീരം ഒരു 3 മണിക്കൂർ ആകുമ്പോഴേക്ക് അസറായി. അപ്പോൾ ലുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള എന്തായി, ഇത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അതിനിടയിലുള്ള ലുഹയും സുന്നത്തൊന്നും ഞാൻ പറയുന്നില്ല. നിർബന്ധമായിട്ടും ഒരു വിശ്വാസി ഇങ്ങനെ റബ്ബിനോട് സംസാരിക്കണം. കാരണം അത്ര ഇഷ്ടപ്പെട്ട റബ്ബിനോട് നിർബന്ധമായും സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും സമയം കുറയുക. ഒരു 2.5 മണിക്കൂറൊക്കെ ആവും, 2-2.5 മണിക്കൂറാകുമ്പോൾ മഗ്‌രിബായി. അപ്പോഴേക്ക് ശരീരം സൂര്യനൊക്കെ അസ്തമിക്കുന്ന അവസ്ഥ എത്തി. നമ്മുടെ കോശങ്ങളൊക്കെ തന്നെ പതുക്കെ തളർച്ചയിലേക്ക് പോകും, അല്ലേ? സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നമ്മുടെ കോശങ്ങളും ശരീരത്തിലെ സെല്ലുകളും എന്താകും, ഒരു വിശ്രമം കൊതിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വലിയ ഹൈമാസ് ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഇതിനെങ്ങനെ ജീവിപ്പിച്ച് നിർത്തുന്നത്. ഇതുകൊണ്ട് ഇതിനെയൊക്കെയാണ് ലൈഫ് സ്കിൽ ഡിസീസ്, ജീവിത ശൈലി രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ഒരു 1.5 മണിക്കൂറാകുമ്പോൾ വീണ്ടും ഉറക്കയിലേക്ക് പോകുന്ന സമയം. ഇതൊക്കെ പടച്ചവനോട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ എല്ലാ സമയത്തും 4 റക്അത്ത് നിസ്കരിക്കണോ? വേണോ?
വേണ്ട, യാത്രക്കാരനാണ്. ആ യാത്രക്കാരനാണെങ്കിൽ ഓൻ്റെ സുഖം എന്താ? ഞാനിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് 4:30 ബസ് കയറിയിട്ടുണ്ട്. പുലർച്ചെ 4:30, കാരണം ഇവിടെ പറഞ്ഞ സമയത്ത് എത്തണം. 4:30 ബസ് കയറി, ശരി. അപ്പം ആ സമയത്ത് യാത്രക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 റക്അത്തുള്ള നിസ്കാരം എത്ര ആക്കാ? 2 ആക്കിക്കൂടെ? ഒരു സമയത്തിന് നിസ്കരിക്കണോ? എനിക്ക് ളുഹുറിൻ്റെ സമയത്ത് എന്ത് ചെയ്യാം? അസർ കൂടി ചേർത്ത് നിസ്കരിക്കുക. ജംബു തഹീറും തഖ്ദീമുല്ലേ? ഇനി അപ്പം പറ്റിയില്ല, അസറിലേക്ക് ളുഹുറിനെ മാറ്റാം. നോക്ക്, നമ്മുടെ പ്രയാസത്തിനനുസരിച്ചും റബ്ബിനോട് സംസാരിക്കുന്നതിൽ വരെ എളുപ്പമാ പടച്ചോൻ പറഞ്ഞിരുന്നത്. എത്ര സുന്ദര അല്ലേ?